പല സമയങ്ങളിലും ഇത്തരത്തിലാണ് പലരും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ആ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഡോൾഫിൻ രതീഷ് നമ്മോടൊപ്പമുണ്ട്. ഞാൻ ഇവിടെ ഒരു മുങ്ങിപ്പോവുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു ജീവൻ രക്ഷാ ഉപകരണം കൊണ്ട് എന്നെ രക്ഷിക്കാൻ പോകും? തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ലെങ്കിൽ നമ്മളെ ഇദ്ദേഹം ക്യാച്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നോർമലി രണ്ടുപേരും കൂടെ മുങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഫ്രണ്ടിൽ കൂടെ പോയി രക്ഷപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെ ഇത് നമുക്ക് കിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കൈ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിക്കണം. പക്ഷേ ഇത് ജീവൻ രക്ഷാ പ്രവർത്തനം മാത്രമേ ഈ ടെക്നിക്കിൽ അറിയാവുള്ളൂ. പക്ഷേ ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് കിക്ക് ചെയ്യുക. ഈ കൈ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഈ താടി ഇങ്ങനെ പൊക്കി വയ്ക്കും. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെയാണ് നമ്മൾ നീന്തി രക്ഷപ്പെടുക എന്നത്. സൈഡ് സ്ട്രോക്ക് ചെയ്ത് നമുക്ക് കിക്ക് ചെയ്ത് പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇത് ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നീന്തൽ അറിയാവുന്ന കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടി ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ആ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം അപകടത്തിൽപ്പെടുകയും ചെയ്യും. ശരിക്കും ജീവൻ നഷ്ടപ്പെടുന്നവന് എന്തൊരു ഒരു തരി കിട്ടിയാലും അത് അവൻ്റെ ജീവൻ്റെ കച്ചിത്തുരുമ്പായിട്ട് കാണുന്നത്. കാര്യം അത്ര പവർഫുള്ളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കൂടെ പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ജീവൻ രക്ഷാ ടെക്നിക്കുകളോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളോ അറിയത്തില്ലെങ്കിൽ പറഞ്ഞ മരണത്തിൻ്റെ സംഖ്യ വീണ്ടും കൂടാൻ. എന്താണ് ഒരു നീന്തൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ആദ്യം നമുക്ക് വേണ്ടത് ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ്. അല്ലെങ്കിൽ രണ്ടാമത് വേണ്ടത് ഒരു സേഫായിട്ടുള്ളൊരിടം. മൂന്നാമത് ഇമ്പോർട്ടൻസ് ആയിട്ടും വേണ്ടത് ഒരു നീന്തൽ പരിശീലനം തന്നെയാണ്. നീന്തൽ നല്ലപോലെ അറിയാവുന്നതും നീന്തൽ ഒരു നല്ലൊരു പരിശീലനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീന്തൽ പരിശീലനത്തിൽ പോകുള്ളൂ. കാര്യം ഇപ്പം പ്രധാനമായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ സംബന്ധിച്ച് മോനെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ പോയി കുളത്തിലേക്ക് രണ്ടുപേരും മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർ അതിനകത്ത് എടുത്തു വെച്ച് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് 3 കുപ്പി കൂട്ടിക്കെട്ടിയാണ് ഒരു ജീവൻ രക്ഷാ ഉപകരണം എന്ന നിലയിൽ അത് കൊണ്ടുവരുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അതായത് പുഴയെ അറിയണം അല്ലെങ്കിൽ ജലാശയങ്ങളെ അറിയണം എന്ന് പറയാറുണ്ട്. അതൊരു തത്വമാണോ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ നീന്തൽ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റത്തില്ല. മുങ്ങിമരണങ്ങൾ കുറയ്ക്കാൻ കഴിയത്തില്ല. ജീവൻ രക്ഷാ ഉപകരണങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ബോയ എന്ന് പറയുന്നത്. ഇപ്പോൾ ചേട്ടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ നോക്കി. ഇങ്ങനെ മുങ്ങുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ നമ്മൾ കാഷ്വാലിറ്റിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്ക് കറക്കുമ്പോൾ ഈ സംഭവം ഇത് കണ്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യം പ്രത്യേകിച്ച് ബോധം പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും ഇതിനെ കറക്കിയിടാനേ പറ്റും. ഓക്കെ, ആൾ ഫ്ലോട്ടായി കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബോധമുള്ള ആളാണെങ്കിൽ നമ്മൾ ആദ്യം കൈ ഇങ്ങനെ പൊക്കിയായിരിക്കും. അദ്ദേഹത്തിന് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ പ്രസ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കൈ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് അടിയിലൂടെ ഇവിടെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ കൈ ഫ്രീ ആവും. ഈ കൈ ഫ്രീ ആകുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെയിട്ട് നമ്മൾ നേരത്തെ പോലെ ഈ ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങാൻ. ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, ഒരു കാരണവശാലും നീന്തൽ അറിയാതെയോ അല്ലെങ്കിൽ നീന്തൽ അറിയാമെന്ന് പ്രചോദിപ്പിക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ട് ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കുക. കാണുവാൻ ഷാനാസ് ഫരീദിനും ഡോൾഫിൻ രതീഷിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.